നെല്ലിക്കുത്തിന്റെ പെട്ടോണ്ടെ നയിക്കുന്നു. ഫാത്തിമ ഹൈഫ CK. ഏറ്റവും അവസാനമായി ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കുന്ന JRC ഗേൾസ് PHSS പന്തല്ലൂരിന്റെ പെട്ടോണ്ടെ നയിക്കുന്നു ഹൈഫ ഫാത്തിമ. ഇന്നത്തെ സ്വാതന്ത്ര്യ ദിന പരേഡിന് താളം ഒരുക്കുന്നത് ചിട്ടയായ താളം ഒരുക്കിയിരിക്കുന്നത് സെന്റ് ജമാസ് GHSS ബാൻഡ് ടീമാണ്. ബാൻഡ് ലീഡർ അനുഷ സുയൽ. ടീം അംഗങ്ങൾ ഫാത്തിമ അൻഹ, ഫാത്തിമ മിഷ, കീർത്തന A, ഗൗരി ശങ്കർ V, ഷിബി P, ഫാദിയ അവന്തിക V, ഇഷ മെഹർ T, ആഷ്ന P, ഫിസ P, ഫിദ ഫർഹ P, ജിസ്ലിയ സജ്ലി, ആയിഷ റനീൻ, ഫാത്തിമ നിയ KB, ശ്രേയ K, ഹൈഫ ഫാത്തിമ UP, തേജ P, ആൻ ഗ്രേസ് ജോബി, തന്മയ ജയപ്രകാശ് C. ആൻ ഗ്രേസ് നയിക്കുന്ന സെന്റ് ജമാസ് GHSന്റെ ബാൻഡ് ടീം. കൂടി ഇമ്മ പിടിച്ചെന്നാ അത്ര കയറിയിട്ടുണ്ടാവില്ല. ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കുന്ന 37 പെട്രോളുകളെ മാർച്ച് ചെയ്ത് MSP പരേഡ് ഗ്രൗണ്ടിൽ അണിനിരത്തിയിരിക്കുന്നു. ഇന്നത്തെ പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് ആയ MSP ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ രജിത് കുമാർ അവർകൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ കേളോത്ത് എന്ന സ്ഥലത്ത് 1970 PV ഗംഗാധരൻ കാർത്തിയാനി ദമ്പതികളുടെ മകനായി ജനിച്ച ശ്രീ രജിത് കുമാർ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1996 കണ്ണൂരിലെ മാങ്ങാട്ടുപറമ്പിലെ KP 4ാം ബറ്റാലിയനിൽ പോലീസ് കോൺസ്റ്റബിളായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് 1999 ഹവിൽദാറായും 2013 ആംഡ് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായും 2017 സബ് ഇൻസ്പെക്ടറായും പ്രൊമോഷനായി. 2024 ആംഡ് പോലീസ് ഇൻസ്പെക്ടറായി മലബാർ സ്പെഷ്യൽ പോലീസിലേക്ക് ട്രാൻസ്ഫറായി വന്ന ശ്രീ രജിത് കുമാർ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒട്ടേറെ തവണ മേലുദ്യോഗസ്ഥരുടെ പ്രശംസകൾക്ക് പാത്രമായിട്ടുണ്ട്. പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ രജിത് കുമാർ MSP ആംഡ് പോലീസ് ഇൻസ്പെക്ടർ. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി ഭാരതം സ്വാതന്ത്ര്യം നേടിയതിന്റെ ആവേശപൂർണമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. രാജ്യമെങ്കും ത്രിവർണ്ണ പതാക വാനോളം ഉയർന്നു പൊങ്ങുമ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപനെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പാടും പറയും. പോർമുഖങ്ങളിൽ സന്ധി ചെയ്യാനും
സമരസപ്പെടാനും തയ്യാറാവാതെ ജീവിതത്തെ നിരന്തര സമരമാക്കി മാറ്റിയ പോരാളികൾ ചരിത്രത്തിന്റെ താളുകളിൽ എന്നും തിളങ്ങി നിൽക്കും.